Good morning, my dear children. How are you? I hope you are well and I hope you are safe. Okay, welcome again. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചത് എന്തായിരുന്നു? ക്ലോക്ക് വെച്ച് ഓരോ ആംഗിൾസ് എത്ര ക്വാർട്ടറാണ്, ഹാഫ് ആണ്, 1 റെവല്യൂഷൻ എത്രയാണ്, 2 സ്ട്രെയിറ്റ് ആംഗിൾസ് ചേരുന്നതാണ് 1 റെവല്യൂഷൻ എന്ന് പറഞ്ഞു. അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അതിൽ കുറച്ച് ഹോംവർക്ക് ടീച്ചർ തന്നായിരുന്നു. ഓർമ്മയുണ്ടോ ഹോംവർക്ക് തന്നത്? ഓക്കെ, ടീച്ചർ ഒന്നുകൂടെ പറയാം. ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. എന്തായിരുന്നു ഹോംവർക്ക് ക്വസ്റ്റ്യൻ? 1 minute. എന്താണ്? ഡ്രോ ദ 5 other situations of 1/4 half and 3/4 revolutions on the clock എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് അതിൽ 1 minute ടീച്ചർ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്തോട്ടെ. ഓക്കെ, 5.2 ആയിരുന്നു അല്ലേ? 5.1 എല്ലാം കഴിഞ്ഞു, കംപ്ലീറ്റ് ആക്കി. ഇനി 5.2 നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? ക്വസ്റ്റ്യൻ ചെയ്യാൻ പോണത് ഏതായിരുന്നു? 3 to 12 അതല്ലായിരുന്നു അവിടെ? 3 to 9, 4 to 7, 7 to 10, 12 to 9 ഇതല്ലായിരുന്ന ക്വസ്റ്റ്യൻ? ഓക്കെ, അപ്പോൾ നമ്മൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നു 3 to 9 ആകുമ്പോഴത്തേക്ക് ക്ലോക്കിന്റെ സൂചി ഇവിടെ 3ഉം ഇവിടെ 9ഉം ആണ്. ഒരു ക്ലോക്ക് വരച്ചാൽ ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിൽക്കുന്നത് 3 to 9. ഇതെന്ന് പറയുന്നത് എന്താണ്? ഇത് 3യിൽ നിന്നും ഇങ്ങനെ കറങ്ങി 9ലെത്തി. അപ്പൊ ഇതിവിടെ എത്രയാണ്? ഹാഫ് റെവല്യൂഷൻ ആണ് സംഭവിച്ചത് അല്ലെ? ഇവിടെ എത്രയാണ് വന്നത്? 9 ത്രൂ ദ ഹാഫ് ഓഫ് റെവല്യൂഷൻ. ഇവിടെ എത്രയാണ്? ഹാഫ് ഓഫ് റെവല്യൂഷൻ എന്ന് കിട്ടി അല്ലെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാണ് 4 to 7. നെക്സ്റ്റ് എന്താണ്? 4ൽ നിന്നും 7ലോട്ട്. അപ്പൊ ഇവിടെ 12, 3 ഇതായിരിക്കും 4, 6, 7 ഇതാണ് 7. അപ്പൊ സൂചി എങ്ങനെ വരും? 4ൽ നിന്നും 7ലോട്ട് ഇങ്ങനെയാണ് വരുന്നത് അല്ലെ? 4 to 7 എന്നാണ് വന്നേക്കുന്നത്. 4 to 7 ആകുമ്പോൾ കറക്റ്റ് എത്രയാണ്? 1/4 ഭാഗമേ വരത്തുള്ളൂ. ഇത് കംപ്ലീറ്റ് ആയിരുന്നെങ്കിൽ എന്തായേനെ? ഇവിടെ വരെ വന്നെങ്കിൽ അത് 8ലാണ് നിന്നതെങ്കിൽ അത് ഹാഫ് ആയേനെ. ഇതപ്പോ 1/4 റെവല്യൂഷൻ ആണ്. 1/4 റെവല്യൂഷൻ ആണ്. The hours had going to 4 to 7 turns through 1/4 of revolution എന്ന് തന്നെ എഴുതി വെക്കണം കേട്ടോ. ഇനി 7 to 10 അങ്ങനെ എല്ലാവരും ചെയ്തോ? 7 to 10 വന്നപ്പോഴോ അതും എത്രയാണ് വന്നത്? 7ൽ നിന്നും 10ലേക്ക് പോയതാണ്. അതും 1/4 റെവല്യൂഷൻ ആണ്. നെക്സ്റ്റ് 7 to 10 കഴിഞ്ഞാൽ നെക്സ്റ്റ് 12 to 9. 12 to 9. അപ്പോൾ 12 എന്ന് പറയുന്നത് ഇതാ ഇവിടെ വരും. 9 എന്ന് പറയുന്നത് ഇവിടെ വരും. 12 to 9 ഇങ്ങനെയാണ് കിടക്കുന്നത്. 12 to 9 എന്നാണ്. അപ്പോൾ 12 to 9 ആകുമ്പോഴത്തേക്ക് 12ൽ നിന്ന് ഇവിടം വരെ വന്നപ്പോൾ എന്തായി? ഇതിങ്ങനെ കറങ്ങിയാണ് വന്നത്. അപ്പൊ ഇവിടം തുടങ്ങി ഇവിടം വരെ വന്നു. അപ്പൊ മൊത്തം കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. 12 to 9 ആണ്. അപ്പൊ 3/4 ആണ്. എത്രയാണ്? 12 to 9 3/4 ആണ്. 3/4 അല്ലെ? 1/4 ഭാഗം കൂടെ ആകുമ്പോഴത്തേക്ക് ഇനി ഇത്രയും കൂടെ കറങ്ങി 12 തന്നെ എത്രയാണ്? 1 റെവല്യൂഷൻ ആവുന്നത്. അപ്പൊ ഇത് 1/4 3/4 റെവല്യൂഷൻ ആണ്. ഇതിന് അടുത്തത് 1 to 10. അടുത്തത് 1 to 10. നിങ്ങൾ ക്ലോക്ക് വരച്ച് നോക്കുമ്പോൾ എല്ലാം ചെയ്യാൻ പറ്റും. 1 to 10 എത്ര വന്നോട്ടെ? 1 to 10 അതുപോലെ തന്നെയാണ്. ഇവിടെ 1ൽ നിന്നും ഇവിടെ 1 ആണ്. അപ്പൊ സൂചി ഇങ്ങനെ വന്ന് ഇവിടെ വരും. അപ്പൊ അത് എത്രയാണ്? 3/4 റെവല്യൂഷൻ ആണ്. കാര്യം ഇങ്ങനെ കറങ്ങിയാണ് വരുന്നത്. അപ്പൊ 3/4 റെവല്യൂഷൻ ആണ്. 6 to 9 ആകുമ്പോഴോ 6ൽ നിന്നും 9ലോട്ട് എത്തി. അപ്പൊ ഇത് 6 to 9 ആയി. 6 to 9 ആയി 3 എത്തി അല്ലെ? അത് മേലിന്ന് തുടങ്ങി 6ൽ നിന്ന് 9ലെത്തിയാണ്. ഇത് അതും 6 to 9 ആയപ്പോഴും 3/4 റെവല്യൂഷൻ ആണ്. 3/4 റെവല്യൂഷൻ ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? Then next question നോക്കിയേ. എന്താണ്? where will the hand of the clock stop of the start tool and
മേക്ക് 1/2 റെവല്യൂഷൻ ക്ലോക്ക് വൈസ്. അപ്പൊ 12 നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ 1/2 റെവല്യൂഷൻ എങ്ങനെ വരയ്ക്കാൻ പറ്റുമല്ലോ. 12 നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ അടുത്ത 1/2 വരണമെങ്കിൽ നെക്സ്റ്റ് സൂചി 6-ലായിരിക്കണം. അപ്പോഴാണ് 1/2 റെവല്യൂഷൻ വരുന്നത്. അടുത്തത് 2-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഏതെവിടെ എത്തണം? 2-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 1/2 എത്തണമെങ്കിൽ 2-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. 2-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 1/2 എത്തണമെങ്കിൽ എത്രയിൽ വരണം? 8-ൽ വരണം അല്ലേ? 8-ൽ വന്നു. അടുത്തത് 5-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 1/4 എത്തണമെങ്കിൽ 5-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു 1/4 കാൽ ഭാഗം മതി. അപ്പൊ 5-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 1/4 എത്തണമെങ്കിൽ 8-ൽ എത്തിയാൽ മതി അല്ലെ? കാൽ ഭാഗത്തേക്ക് മതി. ഓക്കെ, അതായി. 5-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 3/4 എത്തണമെങ്കിൽ കറങ്ങി ഇങ്ങ് വരണം, 2-ൽ വരണം. കറങ്ങി 2-ൽ വരണം എങ്കിൽ മാത്രമേ നമുക്ക് എന്താവത്തുള്ളൂ? 3/4 റെവല്യൂഷൻ ആവത്തുള്ളൂ. ഓക്കെ, അപ്പൊ 12 ടു മേക്ക് 1/2 ഓഫ് ദി റെവല്യൂഷൻ അറ്റ് എത്രയിൽ എത്തണം? 6-ൽ എത്തണം. 12-ൽ നിന്നും 6-ൽ എത്തുമ്പോഴേ ഹാഫ് റെവല്യൂഷൻ ആവത്തുള്ളൂ. അടുത്തത് 2 ആൻഡ് മേക്കിംഗ് 1/2 റെവല്യൂഷൻ റീച്ച്ഡ്. 1/2 റെവല്യൂഷൻ 2-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 1/2-ൽ എത്തണമെങ്കിൽ എത്ര വരണം? 8 വരണം. ഓക്കെ, അങ്ങനെ ഓരോന്നും നിങ്ങൾ ക്ലോക്ക് വരച്ച് നോക്കി എഴുതുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ഓക്കെ, വരച്ച് നോക്കി ചെയ്യുമ്പോൾ പെട്ടെന്ന് ആൻസർ കിട്ടും. Then next question, which direction will you face if you start facing? First question, east and make 1/2 revolution clockwise. Clockwise-ൽ നിന്ന് ഈസ്റ്റിൽ നിന്ന് തുടങ്ങിയാൽ അപ്പൊ നമുക്കറിയാം ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഇതില് ഏതാണ്? ഈസ്റ്റ് ഇവിടെയാണ്. ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത്. ഓക്കെ, നോർത്ത് സൗത്ത്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നതാണ് ഈസ്റ്റിൽ നിന്നും റെവല്യൂഷൻ ഹാഫ് ക്ലോക്ക് വൈസ്. ഈസ്റ്റിൽ നിന്ന് ഹാഫ് ക്ലോക്ക് വൈസ് ആകുമ്പോൾ എവിടെ എത്തി? വെസ്റ്റിലെത്തി. ഈസ്റ്റിൽ നിന്ന് ഹാഫ് റെവല്യൂഷൻ ആയപ്പോൾ എത്ര എത്തി? വെസ്റ്റിലെത്തി. നെക്സ്റ്റ് നോക്കിയേ, ഈസ്റ്റിൽ നിന്നും 1.5 റെവല്യൂഷൻ. അപ്പോൾ നമുക്ക് നോക്കാം, 1.5 റെവല്യൂഷൻ വേണം. ഇത് ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. ഈസ്റ്റിൽ നിന്ന് 1.5, ഇവിടുന്ന് കറങ്ങി 1 റെവല്യൂഷൻ വരണം. അവിടെ നിന്ന് ഹാഫ് വരണം അല്ലെ? വീണ്ടും ഒന്നുകൂടെ കറങ്ങണം. ഇവിടെ വരെ കറങ്ങിയിട്ട് വീണ്ടും ഒന്നുകൂടെ കറങ്ങി ഹാഫ് വരണം. അപ്പൊ വീണ്ടും ഇവിടെ തന്നെ എത്തുന്നു, വെസ്റ്റിൽ തന്നെ എത്തുന്നു. അപ്പൊ എന്താണ്? ഇത് വെസ്റ്റ് ആയി. ഇവിടെ എത്രയായി? വെസ്റ്റ് ആയി. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. വെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ എന്താണ്? വെസ്റ്റിൽ നിന്നും വെസ്റ്റ് ആൻഡ് മേക്ക് 3/4 ഓഫ് റെവല്യൂഷൻ ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ തിരിഞ്ഞ് കറങ്ങണം. വെസ്റ്റിൽ നിന്നും ഇതുവരെ ആയപ്പോ കാലായി, ഇതുവരെ ആയപ്പോ അരയായി, ഇതുവരെ ആയപ്പോ മുക്കാലായി. അവിടെ എത്രയാണ് വരുന്നത്? നോർത്തിലാണ് വരുന്നത്. എവിടെയാണ് വരുന്നത്? നോർത്ത്. 3/4 ആയി. വെസ്റ്റിൽ നിന്നും 3/4 ആയപ്പോ എവിടെ എത്തി? നോർത്തിലെത്തി. നെക്സ്റ്റ് നോക്കിയേ, സൗത്ത് ആൻഡ് മേക്ക് 1 ഫുൾ റെവല്യൂഷൻ. സൗത്തിൽ നിന്നും 1 ഫുൾ റെവല്യൂഷൻ മാർക്ക് ചെയ്യണം. സൗത്തിൽ നിന്നും 1 ഫുൾ റെവല്യൂഷൻ മാർക്ക് ചെയ്യണം. എന്നാൽ സൗത്തിൽ നിന്നും 1 ഫുൾ റെവല്യൂഷൻ മാർക്ക് ചെയ്യണം. അപ്പൊ സൗത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വന്ന് എവിടെ തന്നെ അവസാനിക്കും? സൗത്തിൽ തന്നെ വരുമ്പോൾ 1 റെവല്യൂഷൻ ആയി. അപ്പൊ അതിന്റെ ആൻസർ എത്രയാണ്? സൗത്ത് ആണ്. അത് പറഞ്ഞു നോക്കി നമ്മൾ പറഞ്ഞു നോക്കുന്നതിനെക്കാട്ടി നമ്മൾ വരച്ചു നോക്കുമ്പോൾ കറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് പാർട്ട് ഓഫ് ദി റെവല്യൂഷൻ ഹാവിംഗ് യുവർ ടേൺ ത്രൂ ദ സ്റ്റാർട്ടിംഗ് ഫേസ്? ഈസ്റ്റ് ആൻഡ് ടേൺ ക്ലോക്ക് വൈസ് ഫേസ് നോർത്ത്. എന്താണ് ഈസ്റ്റ്? അത് നിങ്ങൾ തന്നെത്താൻ ചെയ്ത് നോക്കണം. നോർത്തിലെത്തി അപ്പൊ എത്ര റെവല്യൂഷൻ ആയെന്ന് നോക്കണം. ഈസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നോർത്തിലെത്തി. അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ക്ലോക്ക് ഫൈൻഡ് ദ നമ്പർ റൈറ്റ് ആൻഡ് ആ ക്വസ്റ്റ്യനും ഹോംവർക്ക് എഴുതണേ. 4ഉം 5ഉം ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണേ. 4ഉം 5ഉം 6ഉം 7ഉം നിങ്ങൾ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. കാര്യം എന്ന് വെച്ചാൽ ഇത് നിങ്ങളായിട്ട് തന്നെ കണ്ടുപിടിച്ച് എഴുതേണ്ടതാണ്. അപ്പം ഞാൻ തന്നെ എല്ലാം പറഞ്ഞു തന്നുകൊണ്ടിരുന്നാൽ നിങ്ങൾ പഠിക്കത്തില്ല. അപ്പം നിങ്ങൾ തന്നെ ഏതൊക്കെയാണ് 4, 5, 6,
7. ഓക്കെ, അത് 3 ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. ദെൻ 6, 7 വരെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി ആംഗിൾ അക്യൂട്ട്, ഒബ്റ്റ്യൂസ് ആൻഡ് റിഫ്ലക്റ്റ് ആംഗിൾ അടുത്ത ടോപ്പിക്കാണ്. ആംഗിൾസ് അക്യൂട്ട്, ഒബ്റ്റ്യൂസ് ആൻഡ് റിഫ്ലക്റ്റ് ആംഗിൾസ്. ഓക്കെ, നമുക്ക് ആംഗിൾസ് പല ടൈപ്പിലുള്ള ആംഗിൾസ് ഉണ്ട്. ആംഗിൾസ് അക്യൂട്ട് ഉണ്ട്, ഒബ്റ്റ്യൂസ് ഉണ്ട്, റിഫ്ലക്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ അക്യൂട്ട് എന്ന് വെച്ചാൽ എന്താണ്, ഒബ്റ്റ്യൂസ് എന്ന് വെച്ചാൽ എന്താണ്, റിഫ്ലക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? അക്യൂട്ട് എന്ന് വെച്ചാൽ 90 ഡിഗ്രിയെ കാട്ടി, ഇതാണ് നമുക്ക് റൈറ്റ് ആംഗിൾ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇത് റൈറ്റ് ആംഗിൾ ആണ്. 90 കറക്റ്റ് 90 വരുന്നതാണ് റൈറ്റ് ആംഗിൾ. അപ്പൊ 90യെ കാട്ടി സ്മാൾ ആയിട്ടുള്ളതിനെയാണ് അക്യൂട്ട് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, 90 ഡിഗ്രിയെ കാട്ടി സ്മാൾ ആയിട്ടുള്ളതിനെ അക്യൂട്ട് ആംഗിൾ എന്ന് പറയുന്നു. 90 ഡിഗ്രി ഗ്രേറ്റർ ആയിരിക്കും, 90 ഡിഗ്രി ഗ്രേറ്റർ ആയിരിക്കും, ബാക്കിയുള്ളത് സ്മാൾ ആയിരിക്കും. അങ്ങനെയുള്ളതിനെ അക്യൂട്ട് ആംഗിൾ എന്ന് പറയുന്നു. ഒബ്റ്റ്യൂസ് എന്ന് വെച്ചാൽ 90യെ കാട്ടി ഗ്രേറ്റർ ആയിട്ട് വരുന്നതിനെ ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയുന്നു. ഇത് 90യെ കാട്ടി ഗ്രേറ്റർ ആയിരിക്കും. സ്ട്രെയിറ്റ് വരുമ്പോഴാണ് 90 വരുന്നത്, അതിനെക്കാട്ടി ഗ്രേറ്റർ ആണ് ഇവിടെ വന്നേക്കുന്നത്. ഇവിടെ 110 ആണെന്ന് വെച്ചോ. അപ്പോൾ 90 ഡിഗ്രിയെ കാട്ടി ഗ്രേറ്റർ ആംഗിൾ വരുന്നതാണ് ഒബ്റ്റ്യൂസ് ആംഗിൾ. അപ്പോൾ റൈറ്റ് ആംഗിൾ എന്താണ്, അക്യൂട്ട് ആംഗിൾ എന്താണ്, ഒബ്റ്റ്യൂസ് ആംഗിൾ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോ റൈറ്റ് ആംഗിൾ എന്ന് വെച്ചാൽ എന്താണ്, കറക്റ്റ് 90 ഡിഗ്രി ഉള്ളതിനെ റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നു. ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് വെച്ചാൽ, അക്യൂട്ട് ആംഗിൾ എന്ന് വെച്ചാൽ 90യെ കാട്ടി ലെസ് ആയിട്ടുള്ളതിനെ അക്യൂട്ട് ആംഗിൾ എന്ന് പറയുന്നു. ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് വെച്ചാൽ 90 ഡിഗ്രിയെ കാട്ടി ഗ്രേറ്റർ ആയിട്ടുള്ളതിനെ ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയുന്നു. ഓക്കെ, in an angle larger than the right angle but less than the straight angle. പക്ഷെ അത് ഓർമ്മ വെച്ചോളണം, സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് 180യെ കാട്ടിയും, ഇതാണ് സ്ട്രെയിറ്റ് ആംഗിൾ, അതിനെക്കാട്ടി സ്മാൾ ആയിരിക്കണം, എന്നാൽ 90യെ കാട്ടി ഗ്രേറ്റർ ആയിരിക്കണം. സ്ട്രെയിറ്റ് ആംഗിൾ ഫുള്ള് വരാൻ പാടില്ല കേട്ടോ, സ്ട്രെയിറ്റ് ആംഗിൾ ഫുള്ള് വരാൻ പാടില്ല. സ്ട്രെയിറ്റ് ആംഗിളിനെ കാട്ടി ലെസ് ആയിരിക്കണം, 90 ഡിഗ്രിയെ കാട്ടി ഗ്രേറ്റർ ആയതിനെ ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയുന്നു. ഒബ്റ്റ്യൂസ് ആംഗിൾ എന്താണ്, റൈറ്റ് ആംഗിൾ എന്താണെന്ന് അറിയാം, അക്യൂട്ട് ആംഗിൾ എന്താണെന്ന് അറിയാം, ഒബ്റ്റ്യൂസ് ആംഗിൾ എന്താണെന്ന് അറിയാം. ക്ലിയർ ആയോ? acute angle എന്ന് പറഞ്ഞാൽ an angle smaller than right angle is called acute angles. The angle smaller than the 90 degree is called acute angle. Obtuse angle എന്ന് വെച്ചാൽ എന്താണ്, 90 ഡിഗ്രിയെ കാട്ടി ഗ്രേറ്റർ ആയിരിക്കണം, എന്നാൽ സ്ട്രെയിറ്റ് ലൈനിനെ കാട്ടി ലെസ് ആയിരിക്കണം, 90 കാട്ടി ലെസ് ആയിട്ടുള്ളതാണ് ഒബ്റ്റ്യൂസ് ആംഗിൾ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി എ റിഫ്ലക്റ്റ് ആംഗിൾ ഈസ് ലാർജർ ദാൻ ദ സ്ട്രെയിറ്റ് ആംഗിൾ. റിഫ്ലക്റ്റ് ആംഗിൾ എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ആംഗിളിനെ കാട്ടി വലുത് വരുന്നത്. ഇങ്ങനെ വരയ്ക്കുന്നു, ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇവിടുന്ന് സ്ട്രെയിറ്റ് ആംഗിളായി സ്ട്രെയിറ്റ് ആംഗിളിനെ കാട്ടി കറങ്ങി വരും. അപ്പം ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഈ ആംഗിളാണ് റിഫ്ലക്റ്റ് ആംഗിൾ, ബേക്കിൽ വരുന്നത്. 90 ഡിഗ്രി അല്ല 180യെ കാട്ടി ഗ്രേറ്റർ ആയിട്ടുള്ളതിനെയാണ് റിഫ്ലക്റ്റ് ആംഗിൾ എന്ന് പറയുന്നത് കേട്ടോ, പുറത്ത് വരുന്നത്. റിഫ്ലക്റ്റ് ആംഗിൾ ഈസ് ലാർജർ ദാൻ ദ സ്ട്രെയിറ്റ് ആംഗിൾ. ഇറ്റ് ടുക്ക് ലൈക്ക് ദിസ്, ക്ലോക്ക് വിലൊക്കെ വരുന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സസൈസ് 5.3 നോക്കിയേ. മാച്ച് ദ ഫോളോയിങ്: സ്ട്രെയിറ്റ് ആംഗിൾ, റൈറ്റ് ആംഗിൾ, ഒബ്റ്റ്യൂസ് ആംഗിൾ. അത് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അത് ഈ കാര്യങ്ങൾ നല്ലപോലെ പഠിച്ചിട്ട് ആ എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുക. അത് കണക്ക് തന്നെ ക്ലാസിഫൈങ് ദ ഫോളോയിങ് ആംഗിൾസ് ആസ് എ സ്ട്രെയിറ്റ്, റൈറ്റ്, അക്യൂട്ട്. പടങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിനെ ക്ലാസിഫൈ ചെയ്യുക. സ്ട്രെയിറ്റ് ആംഗിൾ ആണ്, അക്യൂട്ട് ആംഗിൾ ആണ്, ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്, റിഫ്ലക്റ്റ് ആംഗിൾ ആണെന്ന് നമ്മൾ തന്നെയാണ് എന്ത് ചെയ്യേണ്ട, മാറ്റി വരയ്ക്കേണ്ടത്, ക്ലാസിഫൈ ചെയ്ത് വെക്കേണ്ടത്. ദെൻ മെഷറിങ്. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞു പ്രൊട്രാക്ടർ വെച്ച് ആംഗിളിന്റെ അളവ് നോക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നായിരുന്നു അല്ലേ. നമ്മളിങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്നു, ഇതിലെ ആംഗിള് ഇപ്പോൾ ഇങ്ങനെ ഞാൻ വരച്ചു വെക്കുന്നു. ഓക്കെ, ഇതിന്റെ ഏത് ആംഗിൾ ആണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പ്രൊട്രാക്ടറിന്റെ മുന്നിൽ മധ്യത്തെ ഒരു വരയുണ്ടല്ലോ, പ്രൊട്രാക്ടർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഫിഗർ ആണേ മക്കളെ. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ രണ്ട് രീതിയിലുള്ള ആംഗിൾസ് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ.
ഒരെണ്ണം 180 സ്റ്റാർട്ട് ചെയ്യും, ചിലപ്പോൾ ഇവിടെ 0 സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ 0 സ്റ്റാർട്ട് ചെയ്യും, ഇവിടെ 180 സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ പ്രൊട്രാക്ടർ കൊണ്ട് വയ്ക്കുന്ന ഈ മൂലയായിരിക്കണം ഇവിടെ വെക്കേണ്ടത്. പ്രൊട്രാക്ടറിന്റെ ഈ മധ്യത്തെ മൂല ഇവിടെ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് ഈ ഇങ്ങോട്ടുള്ള വരയാണോ നമ്മൾ നോക്കുന്നത് അത് വെച്ച് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇങ്ങോട്ടുള്ള വരയാണ് നോക്കുന്നതെങ്കിൽ ഈ വര 0-ൽ നിൽക്കണം. അപ്പൊ അകത്താണോ പുറത്താണോ എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. പ്രൊട്രാക്ടറൂടെ കൊണ്ട് വെക്കുന്നോ ഈ വര 0-ൽ, 0 എവിടെയാണ് കാണുന്നത്, അകത്താണ് കാണുന്നതെങ്കിൽ 0-ൽ സ്റ്റാർട്ട് ചെയ്ത് വേണം ആംഗിളിന്റെ അളവ് പറയാം. അപ്പൊ ഇവിടെ വരെ എത്തുമ്പോൾ 105 നമുക്ക് എളുപ്പം കിട്ടും. ഓക്കെ, 105. അതായത് ഈ ലൈൻ ഏതിൽ, ഈ പ്രൊട്രാക്ടറിന്റെ ഏത് വരയിൽ നിൽക്കുന്നു എന്നാണ് നോക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ വര സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ആണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. സ്റ്റാർട്ട് ചെയ്യുന്ന 0-ലായിരിക്കണം. ചിലപ്പോൾ നമ്മൾ അറിയാതെ 180-ൽ സ്റ്റാർട്ട് ചെയ്ത് മേലെന്ന് പറഞ്ഞു വരും. അങ്ങനെ പറയുന്നത് ആ വര 0-ൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾ തന്നെത്താൻ വെച്ച് നോക്കി ആളെ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ തന്നേക്കാം. നിങ്ങളൊരു മെഷർ ദ അക്യൂട്ട് ആംഗിൾ മെഷർ ചെയ്യാൻ പറഞ്ഞാൽ 90 ഗ്രേറ്റർ ആയിട്ടുള്ളതിനാണ്. അതൊക്കെ അറിയാലോ. ഞാനൊരു കുറച്ച് ആംഗിൾസ് വരച്ച് നിങ്ങൾ എനിക്ക് ഒരു 80 ഡിഗ്രി ആംഗിൾ വരച്ച് അയക്കുക. ഡ്രോ ആൻ 80 ഡിഗ്രി ആംഗിൾ. അപ്പൊ നിങ്ങളൊരു ലൈൻ വരയ്ക്കുക, അവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് 80-ൽ കുത്തിടുക, എന്നിട്ട് ഇങ്ങനെ വരയ്ക്കുക. ഇതാണ് ടീച്ചറെ 80 ഡിഗ്രി എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ 80 ഡിഗ്രി വരയ്ക്കുക. ദെൻ 120 ഡിഗ്രി വരയ്ക്കുക. ദെൻ 95 ഡിഗ്രി വരയ്ക്കുക. ദെൻ 135 ഡിഗ്രി വരയ്ക്കുക. ഇത് ഇത്രയും വരച്ച് എനിക്ക് അയച്ചു തരണം. അപ്പം നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾ പ്രൊട്രാക്ടർ വെച്ച് വരയ്ക്കാൻ പഠിച്ചോ ഇല്ലയെന്ന് നമുക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് ഇനി നമുക്ക് കുറച്ചുകൂടെ ഉണ്ട്. നിങ്ങൾ മെഷേഴ്സും നിങ്ങൾ തന്നെത്താൻ പഠിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് പോർഷൻസ് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ആകെ 2 ക്ലാസ്സാണ് ഉള്ളത്. അതനുസരിച്ച് പഠിച്ചോളുക. ഓക്കെ, ദെൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇൻഡിജേഴ്സ് തുടങ്ങണം. ഇത് കംപ്ലീറ്റ് ആക്കിയിട്ട് വേണം ഇൻഡിജേഴ്സ് പഠിക്കാൻ. ഇൻഡിജേഴ്സിൽ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ ഹോൾ നമ്പേഴ്സ് ഒക്കെ പഠിച്ചേക്കുന്നതുകൊണ്ട് ഇൻഡിജർ കുഴപ്പമില്ല. ഹോൾ നമ്പറിൻ്റെ കൂടെ നെഗറ്റീവ് വാല്യൂ കൂടെ വരുന്നതാണ് ഇൻഡിജർ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി നമ്പർ ലൈൻ വരച്ച് നമുക്ക് പറഞ്ഞാൽ മതി. ആ ഹോൾ നമ്പറിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അടുത്ത ഹോൾ നമ്പേഴ്സ് മനസ്സിലാക്കി ഇരുന്നിട്ട് വേണം നിങ്ങൾ ക്ലാസ്സിലിരിക്കാൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രാക്ഷനാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രാക്ഷൻ നിങ്ങൾ 5ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. അതിൻ്റെ കുറച്ച് കണ്ടിന്യൂഷനാണ്. ഡെസിമൽസ് ഉണ്ട്, ഡേറ്റ ഹാൻഡിങ് ഉണ്ട്. നിങ്ങൾ നല്ലോണം മനസ്സ് വെച്ചാൽ മാത്രമേ നമുക്ക് പോർഷൻസ് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് തരുന്ന ഹോംവർക്കുകൾ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക, ടീച്ചറിന് അയച്ചു തരിക. ഇന്ന് തന്നെ കുറച്ച് ഹോംവർക്ക് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഓവർലോഡ് ആവുന്നില്ല. അടുത്ത ഫ്രൈഡേ ആണ് ഇനി മാത്സ് വരുന്നത്. അതിനുള്ളിൽ അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിനുള്ളിൽ അയക്കാം. ബാക്കിയുള്ള സബ്ജക്റ്റുകളും ഇതുപോലെ തന്നെ നിങ്ങൾ പഠിച്ച് തീർക്കുക. പഠിച്ച് മാത്രമേ നമുക്ക് കണ്ടിന്യൂഷൻ ഉണ്ടാവത്തുള്ളൂ. അടുത്ത അക്കാഡമിക് ഇയറിലോട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങൾ 7th-ലാണ്. 7th ഫുൾ പഠിച്ചാലേ പറ്റുള്ളൂ. സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചൊന്നും ഇരിക്കേണ്ട, സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അന്ന് ഞാൻ തന്നെയായിരിക്കും നിങ്ങൾ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാൻ ചോദിക്കാം, അന്ന് ടീച്ചർ ഓൺലൈനിൽ വന്ന് പറഞ്ഞതൊക്കെ വെറുതെ ആയോ എന്നൊക്കെ ചോദിക്കുക. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ അന്നെന്നുള്ളത് കാര്യങ്ങൾ അന്നു തന്നെ പഠിക്കുക. ഹോംവർക്കുകൾ തന്നെത്താൻ ചെയ്യാൻ ശ്രമിക്കുക. ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം. നമ്മളിവിടെ കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണ്. നമ്മളിവിടെ കഷ്ടപ്പെടണം. കഷ്ടപ്പെട്ട് നമുക്ക് ഫുൾ മാർക്കൊന്നും ഇപ്പോൾ സ്കോർ ചെയ്യാൻ പറ്റത്തില്ല. ഫുൾ മാർക്ക് നമ്മളായിട്ട് ഇടുന്ന ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് ഫുൾ മാർക്ക് കിട്ടും. നമ്മൾ പഠിപ്പിച്ച ഏരിയയിൽ നിന്ന് മാത്രമേ ഇടത്തുള്ളൂ. അല്ലാതെ നമുക്ക് അടുത്ത വർഷത്തേക്ക് ചെല്ലുമ്പോൾ നല്ല ഫ്രഷ്, അതായത് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം അറിയാം എന്നുള്ള രീതിയിൽ കുറച്ചെങ്കിലും ബേസ് ഉണ്ടായിട്ട് വേണം അടുത്ത നെക്സ്റ്റ് ഇയറിലോട്ട് പോകാൻ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ. താങ്ക് യു. സീ യു അഗെയിൻ.